സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം സംശയനിഴലിലാകുമ്പോൾ ശബരിമലയിൽ വീണ്ടും സർക്കാരിന് കൈപൊള്ളുകയാണ്. വലിയ രാഷ്ട്രീയ നേട്ടമായി കൊട്ടിഘോഷിച്ച പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകളിലെ പൊരുത്തക്കേടുകൾ സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലൂടെയാണ് പുറത്തായത്. 45 ദിവസത്തിനുള്ളിൽ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് സമർപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് പോലും പാലിക്കാതെ ദേവസ്വം ബോർഡ് ഒളിച്ചുകളി തുടർന്നപ്പോഴാണ് സ്വകാര്യ ഓഡിറ്റർ പരിശോധിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ബോർഡിൻ്റെയോ സർക്കാരിൻ്റെയോ ഒരു ചില്ലിക്കാശ് പോലും ചെലവഴിക്കാതെ സ്പോൺസർഷിപ്പിലൂടെ പണം സംഘടിപ്പിക്കുമെന്നായിരുന്നു പമ്പാ സംഗമത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ മറുപടി എന്നോണം ബോർഡ് ഹൈക്കോടതിയെ ധരിപ്പിച്ചത്. എന്നാൽ ഈ ഉറപ്പ് കാറ്റിൽ പറത്തി. ബോർഡ് തുക മുൻകൂറായി നൽകി. സ്പോൺസർഷിപ്പ് തുക ലഭിക്കുന്ന മുറയ്ക്ക് തിരിച്ചടക്കുമെന്നായി പിന്നീടുള്ള പറച്ചിൽ. ദേവസ്വം മന്ത്രി VN വാസവനാകട്ടെ തിരിച്ചടച്ചെന്ന് നിയമസഭയിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ സംഗമം കഴിഞ്ഞ 4 മാസത്തിലേറെയായിട്ടും ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്നും ചെലവഴിച്ച 2 കോടി രൂപ തിരിച്ചടച്ചില്ലെന്നാണ് സ്പെഷ്യൽ കമ്മീഷൻ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. ഈ ഉഡായിപ്പിന് പുറമെ നടക്കാത്ത നന്ദഗോവിന്ദം ഭജൻസിന് പ്രതിഫലമായി 8 ലക്ഷം രൂപയും ബില്ല് ചെയ്തു. ഭക്ഷണത്തിലും കട്ടിലിലും കിടക്കയിലും വാട്ടർ ടാങ്കിലും എന്നുവേണ്ട സർവത്ര വെട്ടിപ്പ് നടത്തി 10.99 കോടി രൂപ ചെലവിൽ ധൂർത്തിൻ്റെ മാമാങ്കം നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കൊള്ളസംഘം. ഹൈക്കോടതിയെയും നിയമസഭയെയും തെറ്റിദ്ധരിപ്പിച്ചു, ഭക്തസമൂഹത്തെ കബളിപ്പിച്ചു. അമ്പലം വിഴുങ്ങികൾ ഈ വകയിലും അടിച്ചു മാറ്റി കോടികൾ. എവിടെയൊക്കെ കൈയിട്ട് വാരാമോ അവിടെ നിന്നെല്ലാം കട്ടെടുത്ത് മടിശീലയും ബാങ്ക് ബാലൻസും വീർപ്പിച്ച ആഗോള തിരുട്ട് സംഘം.